ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളുടെ ഏറ്റവും വലിയ തരംഗമായ രണ്ട് മലയാളം സിനിമകളാണല്ലോ മഞ്ഞുമൽ ബോയ്സ് പ്രേമലു. രണ്ട് സിനിമകളുടെയും ഏറ്റവും പുതിയ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ, ഏറ്റവും അവസാനം മറികടന്ന സിനിമകൾ, ഒപ്പം തന്നെ ഇനി മറികടക്കാൻ സാധ്യതയുള്ള സിനിമകൾ തുടങ്ങിയ റിപ്പോർട്ടുകളെല്ലാം തന്നെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ പ്രേമലു എന്ന നെസലൻ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ കേരള ഗ്രോസ് ഇന്നത്തോടെ 55 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തുകയാണ്. അതേസമയം മഞ്ഞുമൽ ബോയ്സ് എന്ന മോളിവുഡിന്റെ ഏറ്റവും വലിയ റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ കേരള കളക്ഷൻ 57 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ഇന്നത്തോടെ എത്തപ്പെടാനായിട്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ രണ്ട് സിനിമകളും മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് കേരള കളക്ഷൻ മറികടന്നതിന് ശേഷം മറികടന്നിരിക്കുന്നത് RDX എന്ന കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളത്തിലെ വമ്പൻ സിനിമയാണ്. RDXന്റെ ഫൈനൽ കേരള കളക്ഷൻ 52 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു. ആ കളക്ഷൻ മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും പ്രേമലു ആണെങ്കിലും ഇതിനോടകം തന്നെ മറികടന്നിരിക്കുകയാണ്. ഇനി ഈ രണ്ട് മലയാളം സിനിമകൾക്കും രണ്ട് അന്യഭാഷാ സിനിമകളെ, പ്രത്യേകിച്ച് തമിഴ് സിനിമകളുടെ ഫൈനൽ കളക്ഷൻ ആണ് മറികടക്കേണ്ടത്. അതിലൊന്ന് ജയിലർ എന്ന രജനികാന്ത് നായകനെ എത്തിയ സിനിമയാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 57 കോടി 70 ലക്ഷമാണ് കേരളത്തിൽ നിന്നും നേടിയെടുത്തിരിക്കുന്നത്. ആ കളക്ഷൻ മഞ്ഞുമൽ ബോയ്സ് ഇന്നത്തെ കളക്ഷനോടെ കേരള കളക്ഷനോടെ മറികടക്കാൻ എല്ലാവിധ സാധ്യതകളുമുണ്ട്. ശേഷം മറികടക്കേണ്ടതും 2023 എന്ന കഴിഞ്ഞ വർഷം കേരളത്തിൽ തരംഗമായ മറ്റൊരു വമ്പൻ തമിഴ് സിനിമയാണ്. അത് വിജയ് നായകനെ എത്തിയ ലിയോ എന്ന സിനിമയാണ്. 60 കോടിയായിരുന്നു സിനിമയുടെ ഫൈനൽ കേരള ഗ്രോസ് കളക്ഷൻ. ഈ പറഞ്ഞ കളക്ഷനും മഞ്ഞുമൽ ബോയ്സ് വരുന്ന ശനി ഞായർ കളക്ഷൻ കടക്കുന്നതോടെ മറികടക്കുമെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പായിട്ടുണ്ട്. അതിനുമപ്പുറം 60 കോടി കടക്കുന്ന മഞ്ഞുമൽ ബോയ്സ് ഏത് ലെവൽ ഫൈനൽ കേരള കളക്ഷനിലേക്ക് എത്തുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ഇനി പ്രേമലു എന്ന സിനിമയുടെ സാധ്യതകളിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തോടെ 55 കോടി കേരള ഗ്രോസിലേക്ക് എത്തപ്പെടുന്ന പ്രേമലു എന്ന സിനിമയ്ക്ക് നിലവിൽ പ്രതിദിന കേരള കളക്ഷൻ 50 ലക്ഷത്തിൽ താഴെയാണ്. ശനി ഞായർ ദിവസങ്ങളിൽ വീണ്ടും 1 കോടി രൂപയ്ക്ക് മുകളിലെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ജയിലറിന്റെയും ലിയോയുടെയും കളക്ഷൻ മറികടക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അതിനുമപ്പുറം ഏത് ലെവലിലേക്ക് എത്തുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ രണ്ട് സിനിമകളുടെയും കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് നേട്ട റിപ്പോർട്ടുകളുടെ അപ്ഡേറ്റുകൾ കേട്ട്.